എറണാകുളം ബ്രോഡ്വേയിൽ വൻ തീപിടുത്തം. മേനകയ്ക്ക് സമീപം കൊളുത്തറ ബസാറിലാണ് തീപിടുത്തമുണ്ടായത്. 12ഓളം കടകൾ കത്തിനശിച്ചു. അർദ്ധരാത്രി 12:30 തീപിടുത്തമുണ്ടായത്. ഫാൻസി വസ്തുക്കൾ വിൽക്കുന്ന കടയിലാണ് ആദ്യം തീ പടർന്നത്. 20ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വിവരങ്ങളുമായി അബ്ദുൾ റഹീം ചേരുന്നുണ്ട്. അബ്ദുൾ, ഇപ്പോൾ എന്താണ് അവസ്ഥ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഗൗതം, ഇന്നലെ രാത്രി ഒരു 12 മണിക്ക് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. എറണാകുളം ബ്രോഡ്വേയിലുള്ള കൊളുന്തറ മാർക്കറ്റിൽ അവിടെയാണ് ഇത്തരത്തിലുള്ളൊരു വലിയ തീപിടുത്തം ഇന്നലെ രാത്രി ഉണ്ടാവുകയും നിരവധി വസ്തുക്കൾ കത്തി നശിക്കുകയും ചെയ്തത്. ഞാനിപ്പോൾ ഇന്നലെ ഈ ഒരു തീപിടുത്തം ഉണ്ടായ ഒരു കടയ്ക്കുള്ളിലാണ് നിൽക്കുന്നത്. ഈ ഒരു കട പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. 2 കടകളാണ് പ്രധാനമായും തീ പടരുകയും പ്രധാനമായും വലിയ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇതിലൊന്ന് ഒരു ഫാൻസി കടയാണ്, അതായത് ഈ ബർത്ത്ഡേ ഗിഫ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വിൽക്കുന്ന തരത്തിലുള്ള കടയാണ്. മറ്റൊന്ന് മറ്റൊരു കടയ്ക്കും കൂടി ഈ രീതിയിൽ തന്നെ തീ പടരുകയും വലിയ രീതിയിൽ തന്നെ ഈ ഒരു മേഖലയിൽ ഒന്നാകെ തീ ആളിപ്പട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവുകയുമായിരുന്നു. നിലവിൽ ഏകദേശം 8ഓളം ഫയർഫോഴ്സ് യൂണിറ്റാണ് ഇന്നലെ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഇങ്ങോട്ടേക്ക് എത്തിയതെന്നുള്ളതാണ് നമുക്ക് ഇവിടെ അറിയാൻ കഴിയുന്നത്. ഏതായാലും വലിയ രീതിയിൽ തന്നെ തിരക്കുള്ള സ്ഥലമാണ് ബ്രോഡ്വേ. നമുക്കറിയാം, ഈ ക്രിസ്മസിൻ്റെയും പുതുവത്സരാഘോഷത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് വലിയ രീതിയിൽ തന്നെ ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഈ ഇതിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിലുള്ള തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നതാണ്. പെട്ടെന്നൊരു ഷോർട്ട് സർക്യൂട്ടാണ് ഈ ഒരു തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ് നിലവിലെ പ്രാഥമിക നിഗമനം. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാനും കഴിയുന്നത്. രാവിലെ, അതായത് കുറച്ചുകൂടി വെളിച്ചം വന്നതിന് ശേഷം മാത്രമേ എത്രത്തോളം കടയ്ക്ക് ഈ ഒരു തീപിടുത്തത്തിൻ്റെ ഭാഗമായി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിയും. കാരണം ഈ കൊളുന്തറ ബസാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തടുത്തായി നിരവധി കടകളുള്ള ഒരു സ്ഥലമാണ്. കാരണം ബ്രോഡ്വേ പൊതുവെയും അങ്ങനെയാണ്. ആ രീതിയിൽ തന്നെയുള്ള കെട്ടിടങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കടകളാണ് പൊതുവെയും ഈ കൊളുന്തറ ബസാറിലും ബ്രോഡ്വേയിലും ഒക്കെ തന്നെ ഉള്ളത്. ആ രീതിയിൽ ഏതെങ്കിലും ഒരു കടയിൽ ഷോർട്ട് സർക്യൂട്ടോ മറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ മറ്റിടങ്ങളിലേക്കും പെട്ടെന്ന് തന്നെ പടരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതായത് ആ രീതിയിൽ തന്നെ ഇന്നലെ ഇവിടെ സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇന്നലെ രാത്രി ഏകദേശം 1 മണിക്ക് ശേഷമാണ് ഈ രീതിയിൽ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു അപകടം ഉണ്ടാവുകയും വലിയ രീതിയിൽ തീ ആളിപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ തന്നെ ഷീറ്റുകളൊക്കെ വലിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഇന്നലെ പൂർണ്ണമായും കത്തി നശിച്ചു. കൂടാതെ ഈ LED ലൈറ്റുകൾ, അതായത് നമുക്കറിയാം ഈ ക്രിസ്മസിൻ്റെ ഭാഗമായും ന്യൂ ഇയറിൻ്റെ ഭാഗമായും ഒക്കെ വീടുകൾ അലങ്കരിക്കാനും ഒക്കെ ആളുകൾ ലൈറ്റുകളും മറ്റുമൊക്കെ വാങ്ങിക്കാൻ എത്തുന്ന സ്ഥലം കൂടിയാണ് ഇവിടം. ആ രീതിയിൽ തന്നെ ഉള്ള സാധനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെയും ആ രീതിയിൽ തന്നെ ആ സാധനങ്ങളൊക്കെ തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം കടകളിലേക്കും ഇന്നലെ ഈ ഉയർന്നു വന്നിട്ടുള്ള പുക പടരുകയും ആ രീതിയിൽ തന്നെ വലിയ രീതിയിൽ തീ ആളിപ്പടരുകയുമാണ്. ഈ ഷീറ്റുകളൊക്കെ കത്തി നശിച്ചൊരു സാഹചര്യമുണ്ട്. ഏതായാലും ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ നിരവധി ഫയർഫോഴ്സ് ഇങ്ങോട്ടേക്ക് എത്തിയാണ് ഈ രീതിയിൽ വലിയൊരു രീതിയിലേക്ക്, അതായത് മറ്റു കടകളിലേക്ക് കൂടി വ്യാപിക്കാത്ത തരത്തിൽ ഈ രീതിയിൽ തീ അണയ്ക്കുന്നൊരു ശ്രമം ഉണ്ടായെന്നുള്ളതാണ്. ചേട്ടാ, ഇവിടെ ജോലി എടുക്കുന്നതാണോ ചേട്ടാ? ഞാൻ കട നിൽക്കണം. എന്ത് സംഭവിച്ചു? ഞാൻ വീട്ടിലായിരുന്നു. ഞാനിപ്പോൾ എന്നെ വഴിയാണ് വന്നപ്പോൾ ഇറങ്ങാൻ പോകുന്നതാണ്. എന്തായാലും ഇവിടെ ജോലി ചെയ്യുന്നൊരു തൊഴിലാളിയാണ് ചേട്ടൻ. ഇന്ന് രാവിലെയാണ് ഈ സംഭവം അറിഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ രീതിയിൽ തന്നെ വലിയ രീതിയിൽ ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടാവുകയും പ്രധാനമായും 2 കടകളാണ് കത്തി നശിച്ചത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം തൊട്ടടുത്തുള്ള 2 കടകൾ, ഒന്ന് ഫാൻസി ഷോപ്പിന്റെയും. മറ്റൊരു കാര്യം ഈ ഘട്ടത്തിൽ, അതായത് ഇപ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് ബ്രോഡ്വേയൊക്കെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഈ ക്രിസ്മസ് പുതുവത്സര സീസണാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടം നടക്കുന്ന സമയങ്ങളിൽ ഒന്നുകൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് ഈ വലിയ തീപിടുത്തം ഉണ്ടായത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വലിയ നാശനഷ്ടമുണ്ടായതായി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ റഹീം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പുലർച്ചെ അല്ലെങ്കിൽ കുറച്ചുകൂടി വെളിച്ചം വരുമ്പോൾ നമ്മളിത് പരിശോധിച്ചാൽ ഈ ക്രിസ്മസ് ന്യൂ ഇയർ വിപണി ലക്ഷ്യം വെച്ച് ഇറക്കിയ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടാകാനുള്ള സാധ്യതയില്ലേ? നിലവിൽ തീ പൂർണ്ണമായും കെടുത്തിയിട്ടുണ്ട്. നമ്മൾ പല സ്ഥലത്തും മുൻപും കണ്ടിട്ടുള്ളത് ഈ തീ കെടുത്തിയ ശേഷവും പിന്നീട് വീണ്ടും പുകയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ അല്ലേ? ഗൗതം, നിലവിൽ തീ നിലനിൽക്കുന്നൊരു സാഹചര്യമില്ല. എങ്കിൽ പോലും ഞാൻ നേരത്തെ ആദ്യം നിന്ന ആ കട, അത് ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ കാണിക്കാം. കാരണം ഈ ഒരു കട പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ചാണെങ്കിൽ ഇതൊരു ടോയ്സ് വിൽക്കുന്ന കടയാണെന്നുള്ളതാണ്. ഇവിടെ ഇപ്പോഴും ഒരു ചൂട് നിലനിൽക്കുന്നുണ്ട്. കാരണം ആ രീതിയിൽ തന്നെ തീ പടർന്നിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഈ കടയ്ക്കുള്ളിൽ ഒന്നാകെ ഒരു ഒരു ചൂട് നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ഈ കട പൂർണ്ണമായും, അതായത് ഒന്നുമില്ലാത്ത തരത്തിൽ പൂർണ്ണമായും തന്നെ ഈ കട പൂർണ്ണമായും കത്തി നശിച്ചു. കാരണം ഇവിടെ ഇനി ഒരു സാധനവും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള
യാതൊരു ഐറ്റങ്ങളും ഇല്ല. കാരണം ആ രീതിയിൽ തന്നെ പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതെനിക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ടോയ്സും മറ്റും വിൽക്കുന്ന ഒരു കടയാണെന്നുള്ളതാണ്. കാരണം അതിൻ്റെ അവശിഷ്ടങ്ങളും മറ്റുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഈ ടോയ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിറ്റിരുന്ന കടയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും മറ്റൊരു കടയ്ക്ക് കൂടി, അതായത് ഈ ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസ്, അതായത് ഈ ബർത്ത്ഡേക്കും മറ്റുമൊക്കെ ഫാൻസി സാധനങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസും ഒക്കെ വിൽക്കുന്ന തരത്തിലുള്ള കടയ്ക്കും ഈ രീതിയിൽ തന്നെ സമാനമായ രീതിയിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായി ഇതിന് തൊട്ടടുത്തുള്ള കടയാണത്. ഇവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ തൊട്ടടുത്ത കടയിലേക്ക് പെട്ടെന്ന് വ്യാപിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ കടകളൊക്കെയും ഇവിടെ നിലനിൽക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇതിൽ എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കണക്കെടുപ്പ് കാര്യങ്ങളൊക്കെ അല്പസമയത്തിന്, അതായത് ഒരു വെളിച്ചം വന്നതിന് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എത്രത്തോളം കടയ്ക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതിലൊക്കെ തന്നെ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും നിലവിൽ ഏകദേശം 2 കടകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഭാഗികമായി മറ്റു കടകൾക്കും തീ പടർന്നിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഫയർഫോഴ്സിൻ്റെ ഇടപെടൽ അത് മറ്റ് കടകളിൽ, ഞാൻ ഇവിടെ ഒരു കാര്യം പറയാൻ പ്രത്യേകിച്ചും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഈ കടകളൊക്കെ തന്നെയും തൊട്ടടുത്തടുത്താണ് നിൽക്കുന്നത്. ഒരു ലൈനിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാണാം, ഈ ഷട്ടറുകളെല്ലാം വ്യത്യസ്തങ്ങളായ കടകളാണ്. ആ കടകളിലൊക്കെ തന്നെ ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും രീതിയിലൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മറ്റിടങ്ങളിലേക്ക് കൂടി പെട്ടെന്ന് തീ പടരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ആ കടകളിലേക്ക് കൂടി ബാധിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ കടകളൊക്കെ ഉള്ളത്. അപ്പോൾ ആ സ്വാഭാവികമായും അവിടെ വേണ്ട രീതിയിലുള്ള ഏതെങ്കിലും മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നതൊക്കെ ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിലേ മനസ്സിലാകുള്ളൂ. കണക്കെടുപ്പിൽ മാത്രമാണ് എത്രത്തോളം വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നതൊക്കെ വ്യക്തമാവുകയുള്ളൂ. തീർച്ചയായിട്ടും എന്തായാലും അത്തരം കണക്കെടുപ്പുകൾ നടക്കേണ്ടതുണ്ട്. അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും രാത്രിയുണ്ടായ അപകടത്തിൽ ആളപായമില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അബ്ദുൾ റഹീമാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.